പല്ലു തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷും പേസ്റ്റും രസതന്ത്രത്തിന്റെ സംഭാവനയാണ്. സോപ്പ്, ചീർപ്പ്, കണ്ണാടി, വസ്ത്രം, പാദരക്ഷകൾ, സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം കെമിസ്ട്രി തന്നെ. വാഹനത്തിലെ സീറ്റ്, എൻജിൻ, ഇന്ധനങ്ങൾ, സ്കൂളിലെയും ഓഫീസിലെയും ഫയലുകൾ, പേന, ചോക്ക്, പെൻസിൽ, കടലാസ് തുടങ്ങിയവയിലും രസതന്ത്രത്തിന്റെ മാജിക് കാണാം. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും രസതന്ത്രത്തിന് പങ്കുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചുറ്റുവട്ട രസതന്ത്രത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്മൈൽ. ചിരിക്കു പിന്നിലെ രസതന്ത്രം. നിഷ്കളങ്കമായി ചിരിക്കാൻ കഴിയുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ. മനുഷ്യരെ ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തനാകുന്ന ചിരിക്കു പിന്നിൽ ഒരു രാസവസ്തുവിന് പങ്കുണ്ട്. പേര് ഡോപ്പമിൻ. മനുഷ്യരിലെ വിവിധ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് ഇത്തരം രാസവസ്തുക്കളാണ്. ദേഷ്യം പിടിക്കാൻ കാരണക്കാരൻ എപ്പിനെഫ്രിൻ എന്ന രാസഘടകമാണ്. സെറോട്ടോണിൻ എന്ന രാസവസ്തുവാകട്ടെ സന്തോഷവും സങ്കടവും നിയന്ത്രണ വിധേയമാക്കുന്നയാളും. ഉള്ളി മുറിക്കുമ്പോൾ കരയുന്നത് എന്തിനെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉള്ളി മുറിക്കുമ്പോൾ കരച്ചിൽ വരുന്നതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫ്യൂരിക് ആസിഡിന്റെ പ്രവർത്തന ഫലമായി സിൻപ്രോപ്പനത്തിയാൽ എന്ന ഓക്സൈഡ് എന്നൊരു രാസവസ്തു ഉണ്ടാക്കുന്നുണ്ട്. ഈ രാസവസ്തു ഉണ്ടാക്കുന്ന എരിച്ചിൽ കുറച്ച് കണ്ണിനെ രക്ഷിക്കാനാണ് കണ്ണീർ ഉൽപ്പാദിപ്പിക്കുന്നത്. നാക്കിനെ മയക്കി രോഗം തരുന്നവർ ഏറെ വാർത്താ പ്രാധാന്യം നേടിയ രാസവസ്തുവാണ് അജിനോമോട്ടോ എന്ന മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. നാവിലെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിച്ച് ഭക്ഷണം രുചിമയമാക്കുമെങ്കിലും മാരകമായ പല രോഗങ്ങളും അജിനോമോട്ടോ സമ്മാനിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ഈ രാസവസ്തുവിൻ്റെ ഉപയോഗം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും പല ഭക്ഷണങ്ങളിലും ഇവ വ്യാപകമാണ്. ഇതും ഒരു രാസപ്രവർത്തനമാണ്. സോപ്പിടുന്ന രസതന്ത്രം. നിത്യജീവിതത്തിൽ സോപ്പ് ഉപയോഗിക്കുന്നവരാണ് നാം. സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ ശരീരത്തിലെ അഴുക്കുകൾ നീക്കം ചെയ്യപ്പെടുന്നു. സോഡിയത്തിന്റെയോ പൊട്ടാസ്യത്തിന്റെയോ സംയുക്തങ്ങളാണ് സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇവ എണ്ണയുമായി ചേർന്നുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. സോപ്പ് തന്മാത്രയിൽ 2 അഗ്രങ്ങളുണ്ട്. ഇവയിൽ ഒന്ന് എണ്ണയുമായും രണ്ടാമത്തെ അഗ്രം വെള്ളവുമായും കൂടിച്ചേരാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരാൾ എണ്ണയടങ്ങിയ വസ്തുക്കളെ ചെറുഘടകങ്ങളായി വിഘടിപ്പിക്കും. രണ്ടാമത്തെ ആളാകട്ടെ വെള്ളത്തോടൊപ്പം മാലിന്യങ്ങളെ നീക്കം ചെയ്യും. കത്തിജ്വലിക്കുന്ന രസതന്ത്രം. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഊർജം സമ്മാനിക്കുന്നയാളാണ് സൂര്യൻ. സൂര്യനിലെ ഊർജത്തിന് കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന രാസപ്രവർത്തനമാണ്. നിരവധി ചെറിയ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് വലിയ ആറ്റമായി മാറുന്ന പ്രസ്തുത പ്രവർത്തനത്തിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹീലിയം ആറ്റമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ പ്രവർത്തനത്തിലൂടെ ധാരാളം ഊർജം സ്വതന്ത്രമാകുന്നുണ്ട്. ഇവയാണ് പ്രകാശ താപരൂപത്തിൽ ഭൂമിയിലെത്തുന്നത്. ഇതൊരു രാസപ്രവർത്തനമാണല്ലോ. കടുക് എന്ന ആറ്റം ബോംബ്. വീട്ടിൽ കറി വറവിടുന്നതിനായി ഉപയോഗിക്കുന്ന വസ്തുവാണ് കടുക്. കുഞ്ഞനാണെന്ന് കരുതി കടുകിനെ വെറുതെ അങ്ങ് തള്ളിക്കളയരുതേ. കടുകിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ പാചക സമയത്തുണ്ടാകുന്ന പൊട്ടിത്തെറി ഉഗ്രസ്ഫോടനത്തിന് തുല്യം തന്നെ. ഹൈഡ്രോക്സി പെൻസൈൽ ഐസോതയോസയനേറ്റ്, അലൈൽ ഐസോതയോസയനേറ്റ് എന്നീ രാസവസ്തുക്കൾ താപനില വർദ്ധിക്കുമ്പോൾ വിഘടിച്ച് വാതകമായി മാറുകയും കടുകിനുള്ളിലെ മർദ്ദം വർദ്ധിച്ച് പൊട്ടിത്തെറിക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇതും ഒരു രാസപ്രവർത്തനം തന്നെയല്ലേ? ആസിഡ് കുടിക്കാറുണ്ടോ? പല ആസിഡും ദേഹത്ത് വീണാൽ തന്നെ ചർമ്മത്തിന് ദോഷകരമാകും. അപ്പോൾ ആസിഡ് കുടിച്ചാലുള്ള കാര്യം പറയണ്ടല്ലോ. എന്നാൽ നിത്യജീവിതത്തിൽ നാം എത്രമാത്രം ആസിഡാണ് കുടിക്കുന്നതെന്നറിയാം. നമ്മുടെ ശരീരത്തിലെ ദഹനരസമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വരും. ഫലവർഗ്ഗങ്ങളുടെ രൂപത്തിൽ നാം കഴിക്കുന്നതെല്ലാം ആസിഡ് തന്നെ. ആപ്പിളിൽ തന്നെ 8ഓളം ആസിഡുകളുണ്ട്. മാലിക് ആസിഡ്, ഓക്സാലസെറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ക്ലിനിക് ആസിഡ്, സക്സനിക് ആസിഡ്, ഫ്യൂമാരിക് ആസിഡ് എന്നിങ്ങനെയുള്ള പട്ടിക. തക്കാളിയിൽ അടങ്ങിയ ആസിഡുകളുടെ കുറച്ച് പേരുകൾ ഞാൻ പറയാം. സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഗാലക്ട്രോണിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ടാർട്ടാരിക് ആസിഡ്, സക്സനിക് ആസിഡ്, ഹ്യൂമാരിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ്, ഫ്യൂമാരിക് ആസിഡ്. നിറങ്ങളിൽ മുങ്ങിയ ഭക്ഷണം. കടകളിൽ ചില്ലുകൂട്ടിൽ വെച്ച നിരവധി ഭക്ഷണപാനീയങ്ങൾ കണ്ടിട്ടില്ലേ? അവക്കെല്ലാം കൊതിപ്പിക്കുന്ന നിരവധി നിറമാണുള്ളത്. അവ കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും. എന്നാൽ ഇങ്ങനെ കൊതിപ്പിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ ചിലപ്പോൾ നമ്മളെ ക്യാൻസർ രോഗികളാക്കി മാറ്റാനും സാധിക്കും.
ആദ്യകാലത്ത് തുണികൾക്ക് നിറം നൽകിയിരുന്ന രാസവസ്തുക്കളാണ് ഭക്ഷണങ്ങൾക്കും നൽകിയിരുന്നത്. ഫലമോ അത്തരം ഭക്ഷണം കഴിച്ചവരെ തേടി നിരവധി രോഗങ്ങളും എത്തി. ഇന്ന് പാനീയങ്ങളായും മധുര പലഹാരങ്ങളായും വിപണി കൈയടക്കുന്നവയിൽ നിരവധി രാസവസ്തുക്കളാണ് ചേർക്കുന്നത്. മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവയെ തകരാറിലാക്കുന്നതാണ് അവയിൽ പലതും. എരിത്രോസിൻ, ഫാസ്റ്റിക്രീൻ, അല്ലൂറ റെഡ്, ടാർട്രാസിൻ, യെല്ലോ പ്രെൻസെയിൻ. ഉപ്പിലിട്ട മാങ്ങയുടെ പുതിയ മുഖം. ഉപ്പിലിട്ട് വെച്ച മാങ്ങയുടെ ആകൃതി കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? ചുളിഞ്ഞു നിൽക്കുന്ന പ്രസ്തുത ആകൃതിക്ക് കാരണം ഓസ്മോസിസ് എന്ന പ്രതിഭാസമാണ്. മാങ്ങ സൂക്ഷിക്കുന്ന ഉപ്പ് ലായനിക്ക് മാങ്ങയുടെ ഉള്ളിലടങ്ങിയ ജലാംശത്തെക്കാൾ ഗാഢത കൂടുതലായിരിക്കുമല്ലോ. ഈ സമയം ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് മാങ്ങയുടെ പുറംതൊലിയെന്ന അർദ്ധധാര്യ സ്തരത്തെ ഭേദിച്ച് ജലം ഒഴുകാൻ തുടങ്ങി. ഏതാണ്ട് 2 ഭാഗത്തും ഗാഢത തുല്യമാകുന്നതുവരെയാണ് ഈ ഒഴുക്ക്. മാങ്ങക്കുള്ളിലെ ജലാംശം നഷ്ടപ്പെടുന്നതോടെ പാവം മാങ്ങയുടെ ആകൃതി ചുളിഞ്ഞു പോകും. എണ്ണ തിളക്കാറില്ല. പാചകത്തിനായി ഉപയോഗിക്കുന്ന എണ്ണ തിളക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ? സത്യത്തിൽ എണ്ണ ഒരിക്കലും തിളക്കാറില്ല. പകരം എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് തിളക്കുന്നത്. 100 ഡിഗ്രിയിൽ ജലം തിളക്കുമെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. പാചകത്തിനായി ഉപയോഗിക്കുന്ന എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ജലം നീരാവിയായി പോകുന്നത് കണ്ടാണ് എണ്ണ തിളയ്ക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ഇതും ഒരു രാസപ്രവർത്തനമാണ്. പാചകാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ലിക്വിഡ് പെട്രോളിയം ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന മീഥേൻ മെർക്യാപ്റ്റനോ ഈഥേൻ മെർക്യാപ്റ്റനോ ആണ് ഗ്യാസിന്റെ മണത്തിന് കാരണം. ഇതും ഒരു രാസപ്രവർത്തനമാണ്. പാല് തൈരാകുന്നതിന് പിന്നിൽ പാലിലടങ്ങിയ പഞ്ചസാരയാണ് ലാക്ടോസ്. ചിലതരം ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡാക്കി മാറ്റും. ഇതോടെ പാലിലെ കൊഴുപ്പുകളും പ്രോട്ടീനുകളും പാലിൽ നിന്ന് വേർതിരികയും തൈരായി മാറുകയും ചെയ്യും. ഇതൊരു രാസപ്രവർത്തനമല്ലേ? കറ മാറ്റുന്നതിന് പിന്നിലെ രഹസ്യം. വാഴക്കറ, ചകിരിക്കറ തുടങ്ങിയ നിരവധി കറകൾ മാറ്റാമെന്ന പരസ്യവാചകവുമായി ചിലർ തെരുവുകളിൽ മരുന്നുകൾ വിൽക്കാറുണ്ട്. സോഡിയം ഹൈപ്പോക്ലോറേറ്റ് എന്ന രാസവസ്തുവാണിത്. പ്രസ്തുത രാസവസ്തുവിനെ പോലുള്ള കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് എന്ന രാസപദാർത്ഥമാണ് വീടും പരിസരവും ശുചീകരിക്കാനായി രംഗത്തെത്തുന്ന ബ്ലീച്ചിങ് പൗഡറിലെ വിശിഷ്ടാതിഥി. വാതകത്തിൽ വെള്ളം കലരുന്നതോടെ ക്ലോറിൻ വാതകം പുറന്തള്ളുകയും ശുദ്ധീകരണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. കുമ്മായപ്പൊടിയിൽ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നതെന്ന് പല കൂട്ടുകാരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ദോശയ്ക്കു പിന്നിലെ രസതന്ത്രം. ദോശയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് പുളിപ്പിക്കുന്നതിലൂടെ നിരവധി രാസപ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ദോശ പുളിപ്പിക്കാൻ ഈസ്റ്റോ അപ്പക്കാരമോ ചേർക്കാറുണ്ട്. ഒരു ഏകകോശ ജീവിയാണ് ഈസ്റ്റ്. ദോശമാവിലുള്ള ഗ്ലൂക്കോസിനെ ഈസ്റ്റ് വിഘടിപ്പിച്ച് കാർബൺ ഡയോക്സൈഡാക്കി മാറ്റും. ഇനി അപ്പക്കാരമാണ് ദോശമാവിൽ ചേർക്കുന്നതെങ്കിലോ സോഡിയം ബൈകാർബണേറ്റായ ഇവയുടെ പ്രവർത്തനം മൂലം കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. ഫലമോ കാർബൺ ഡയോക്സൈഡ് ദോശമാവിനുള്ളിൽ തങ്ങി നിന്ന് പുളിച്ചു പോകും. ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാർബൺ ഡയോക്സൈഡ് താപം മൂലം പുറത്തു പോകുമ്പോഴാണ് ദോശയിൽ സുഷിരങ്ങൾ ഉണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള സംഭവങ്ങളുടെ രസതന്ത്ര രഹസ്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.